വേദിയിലുള്ള ബഹുമാന്യായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ, പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, വേദിയിലുള്ള മന്ത്രിമാർ, MP, MLA മാർ, നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥികളായ ശ്രീ ആസിഫ് അലി, ശ്രീ ടൊബിനോ തോമസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 5 ദിവസമായി തലസ്ഥാനത്ത് നടക്കുന്ന കലോത്സവങ്ങളുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരധ്യായനത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. പരാതികളും ആക്ഷേപങ്ങളും ഇല്ലാതെ ഈ കലാമേള സംഘടിപ്പിക്കാനായി എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുകയാണ്. ഈ മേള കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ്. 15,000-ലധികം മത്സരാർത്ഥികൾ, 25 വേദികൾ, ബൃഹത്തായ ഈ കലാമാമാങ്കം വിജയകരമായി സംഘടിപ്പിക്കാൻ ഭേദചിന്തകളൊന്നുമില്ലാതെ കേരളീയ സമൂഹം അണിനിരുന്നതാണ് നമുക്ക് ഉണ്ടായ അനുഭവം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സ്വാഗത പ്രാസംഗികൻ അവലോകനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ, 19 കമ്മിറ്റികളും അതിന് നേതൃത്വം കൊടുത്ത MLA മാർ, മേയർ അടക്കമുള്ള ജനപ്രതിനിധികൾ, അധ്യാപക സംഘടനാ നേതാക്കന്മാർ, അധ്യാപക സംഘടനകൾ, അതുപോലെ തന്നെ മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ മേഖലയിലെയും തലസ്ഥാനത്തെ അതിന് താല്പര്യപൂർവ്വം മുന്നോട്ട് വന്ന എല്ലാ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. ആ ജനകീയ പങ്കാളിത്തം നമ്മുടെ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമല്ല, യുവജനങ്ങളും സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെയുള്ള കേരളീയ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം കലാ മത്സര വേദികളിലേക്ക് കലാപരിപാടികൾ ആസ്വദിക്കാനും കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനും 10,000-കണക്കായിട്ടുള്ള മനുഷ്യർ ഇവിടേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കാണാൻ കഴിഞ്ഞത്. അവരെല്ലാ പേരും ഇതിൻ്റെ സംഘാടകരായി മാറി എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ കാണാൻ കഴിയും. വിജയപരാജയങ്ങൾക്കപ്പുറത്ത് പങ്കാളിത്തമാണ് ഏറ്റവും പ്രധാനം. എങ്കിലും വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. തലസ്ഥാനത്തെ കലോത്സവ വേദിയിൽ നിന്ന് കേരളത്തിൻ്റെ അഭിമാനമായ പുതിയ കലാപ്രതിഭകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. തലസ്ഥാന നിവാസികൾക്കും പങ്കെടുത്ത കൂട്ടുകാർക്കും സംഘടിപ്പിച്ച ഞങ്ങൾക്കുമെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അവിസ്മരണീയമായ ഒന്നായി ഈ മേള മാറി. സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.